ഒരു കാലത്ത് ജാനകിയുടെ ഹീറോ ആയിരുന്ന കാർത്തിക്. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാ വിളിക്കാലോ. പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. ഒന്നളയും ഞാൻ. നിന്റെ പുത്തൻ റേബൻ ഗ്ലാസ് ഇത് ചവിട്ടി പൊട്ടിച്ച നിന്റെ കാലയും വിട്ടു. ഒരേ ഒരു രാജാവ്. നടനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിന്റെ തുടർച്ചയായിട്ട് 10 പടങ്ങൾ ഫ്ലോപ്പായി എന്ന് വിചാരിക്കുക. എല്ലാവരും മോഹൻലാലിനെ കുറ്റം പറയുന്ന എന്നൊക്കെ പറഞ്ഞ് നല്ല ആഞ്ഞിച്ചിട്ട് വിളിക്കും. ഈ സിനിമയുടെ ഏറ്റവും ദാരുണമായ അവസ്ഥ എന്ന് പറയുന്നത് ലാലേട്ടന്റെ സിനിമകളൊക്കെ മൊത്തമായിട്ട് സ്പൂഫ് അടിച്ച് കളിയാക്കിയിട്ടാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ പടം മതി. ഇടി തലക്കിന്റെ ഇടി. ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റി. എനിക്ക് എന്റെ പിള്ളേരുണ്ട്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. மோகன்லால் மாதிரி ஒரு நேச்சுரல் ஆர்டிஸ்ட் இந்தியாவிலேயே கிடையாது. ഈ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് അയാൾ മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിന്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ആനയെപ്പോലെ അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്. പേര് മോഹൻലാൽ.